സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടാ. എൻ്റെ പൊന്ന് ബദരീങ്ങളെ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവാൻ പാടില്ല കേട്ടാ. അള്ളാണ് സത്യമായിട്ട് പറയണത്. ഇത് പൊതുജനത്തിൻ്റെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് തുണി അഴിച്ചെടുക്കണ പോലത്തെ ഒരു പരിപാടിയായി പോയില്ലേ? എന്തുട്ടാ പറയണെന്നല്ലേ പറഞ്ഞുതരാ. നമ്മുടെ നിയമസഭയിലെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിൻ്റെ ചില പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ട വഴി എല്ലാവരുടെയും കിളി അങ്ങോട്ട് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ നോക്കിയിട്ട് കണ്ടില്ല, ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് ഒളിച്ചിരിക്കുന്നവിടെ തന്നെ പിടിച്ചുകൊണ്ട് വരാൻ വന്നത്. അതായത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു അബോർഷനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അബോർഷൻ എന്ന് പറഞ്ഞറിയാല ഗർഭം കലക്കണ പരിപാടി. അപ്പം ഈ ഗർഭം ആരും ഉണ്ടാക്കിയത് എന്നുള്ളത് പറയണമല്ല. ഈ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പുള്ള ഉണ്ടാക്കിയിട്ട് ഈ പുള്ള ഗർഭം കലക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ലാന്ന് ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ബഷീർ വിളിച്ചു പറഞ്ഞ്. മുസ്ലിം ലീഗിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ബഷീർ തന്നെ പറഞ്ഞത്. ബഷീറിൻ്റെ ഉപ്പ അതുപോലെ തന്നെ നിയമസഭാ സാമാജികനായിരുന്നില്ല, സീതി ഹാജി ഇല്ലേ? സീതി ഹാജി എന്ന് പറഞ്ഞാൽ കേരളം കണ്ട എന്താണ് നർമ്മരസത്തിൽ കാര്യങ്ങൾ സംസാരിക്കണ എന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ജനങ്ങളോട് പറയുന്ന ആൾ തന്നെയായിരുന്നു സീതി ഹാജി. സ്വയം വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ സീതി ഹാജിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അതിൻ്റെ പോരായ്മകളൊക്കെ തനിക്കുണ്ടെന്ന് സ്വയം വിമർശിക്കണേയും വിശ്വസിക്കണേയും ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള മിടുക്കുള്ള ആൾ തന്നെയായിരുന്നു. ഒരിക്കൽ സീതി ഹാജി എന്നെ പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാനും EK നായനാരും, അതായത് സീതി ഹാജി EK നായനാരും ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയതോടുകൂടി ബ്രിട്ടീഷുകാർ ഈ കേരളവും വേണ്ട ഇന്ത്യയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ രായ്ക്ക് രാമായണം ഇട്ടെറിഞ്ഞ് പോയി. അങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് സീതി ഹാജി പറഞ്ഞു കേട്ടാ. അങ്ങനെ തമാശയായിട്ട് പറഞ്ഞെങ്കിൽ തൻ്റെ ഇംഗ്ലീഷ് അത്രത്തോളം അങ്ങോട്ട് പോരാ എന്നാണ് സീതി ഹാജി പറഞ്ഞു വന്നത്. ഒറ്റയ്ക്കല്ല നായനാരെയും കൂട്ടുപിടിച്ചിരുന്നിട്ടാ. അപ്പം അങ്ങനെ പറഞ്ഞൊരു ബാപ്പാൻ്റെ മോനാണ് ആര്? ഈ PK ബഷീർ. ആദ്യമായിട്ട് പുള്ളിക്ക് പൊതുമരാമത്ത് സ്ഥാനം കിട്ടി മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ പുള്ളി സഭയിൽ സ്പീക്കറോട് പറയുന്നുണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാജേഷിനോട് പറഞ്ഞിരുന്നു, ദയവായി മൈക്ക് കട്ട് ചെയ്യരുത്, മന്ത്രിയായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നതാണ് സഭയിൽ, അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് കൂടുതൽ തരണം എന്ന് പറഞ്ഞിട്ട് അള്ളാ നേരെ തിരിഞ്ഞത് ആരുടെ നേർക്കാ? നമ്മുടെ പിണറായി വിജയൻ്റെ നേർക്ക്. പറഞ്ഞ കാര്യം തൊട്ടാ PM ശ്രീ പദ്ധതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ രായ്ക്ക് രായ്മാനം പോയി പുള്ള ഉണ്ടാക്കിയിട്ട് ആ പുള്ളയുടെ അബോർഷൻ ചെയ്യേണ്ട കാര്യം കലക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, നിങ്ങളല്ലേ തണ്ട, അവൻ്റെ ബാപ്പ നിങ്ങളാണ്. അപ്പോൾ ബാപ്പയായിട്ടുള്ള ആളുകൾ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നടക്കേണ്ടത്. അല്ലാണ്ട് പിന്നീട് പറഞ്ഞ ആളുകൾ പോയി അത് അബോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പുള്ള ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്ന് വേറെ ആളുടെ തലയിൽ വെച്ച് കെട്ടാൻ പാടില്ല. അങ്ങനെ ഈ ബഷീർ പറഞ്ഞ വഴി തന്നെ പിണറായി വിജയൻ നോക്കി നടക്കിയ ആളുകൾ സഭയിൽ വാച്ചാൻപാടൊക്കെ പിണറായി അങ്ങോട്ട് പോയി നോക്കി നടക്കുകയാണ്. അങ്ങനെ ഒരു കണക്കിന് ആ ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഉടുമുണ്ട അരിഞ്ഞ് നിൽക്കണ പോലെ അവസ്ഥയിലേക്കായി പോയില്ല. എന്താ കാര്യം? ഈ PM ശ്രീ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുഖ്യമന്ത്രി VD സതീശൻ തത്വത്തിൽ ധാരണയായെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി VD സതീശൻ്റെ പുറത്തേക്ക് കയറാനായി ആര്? ഈ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും അതുപോലെ തന്നെ ഈ 35 അംഗങ്ങളും. ആകെ കൂടി മരുന്നിടാന്ന് പറഞ്ഞാൽ 35 പേരിലുള്ളൂ. 102 പേരെടുത്ത് എങ്ങനെ പിടിച്ച് നിൽക്കും? പോരാണ്ട് ഈ PK ബഷീറിൻ്റെ ഒക്കെ മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി പുലിയുടെ മുമ്പിൽ പെട്ടുപോലെ ആയി പോകില്ലേ? പിണറായി വിജയനും ഈ പറഞ്ഞ പോലെ ഈ സജി ചെറിയാനും കൊടുക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ പറഞ്ഞത് പിണറായി വിജയനോട് പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി പുള്ള ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കലക്കേണ്ട ഉത്തരവാദിത്തം, അതായത് അബോർഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല. അപ്പം ഞങ്ങൾക്ക് ആ വക പണിയൊന്നുമില്ല, നിങ്ങളുടെ പിഴപ്പിന് വെള്ളം കാച്ചന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് നാടൻ ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞ് പിണറായി വിജയൻ്റെ കരണത്തിൻ്റെ ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുന്ന പോലെ പോയി. മോന്തക്കിട്ട് ഒരു തൊഴി അങ്ങോട്ട് കൊടുത്ത പോലെയായി പോയിന്ന്. പിന്നെ പിണറായി വിജയനെ കാണണ്ടേ? വാച്ചാൻപാടൊക്കെ അവിടെ തപ്പി നടക്കണ്ട ഈ പുള്ളിക്കാരന് എങ്ങോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ട് ആൾ അവിടെ ഇരിക്കണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. മഞ്ഞൾ അരച്ചു വെച്ച പോലെ മോഹമൊക്കെ വെട്ടി കുളിച്ച് അവിടെ ഇരിക്കണ്ടായിരുന്നു. AC ആണെങ്കിൽ റൂമൊക്കെ നിയമസഭാ ഹാള് AC ഒക്കെ ആണല്ല. പക്ഷെ പുള്ളിയെ മുഖത്തിട്ട് കുത്തിക്കഴിഞ്ഞാൽ തുള്ളി ചോരയില്ലാത്ത രീതിയിലായിപ്പോയി. ഈ PM ശ്രീ പദ്ധതി നിങ്ങളുടെ മുന്നണി, അതായത് ഇടത് മുന്നണിയിൽ ആലോചിക്കാണ്ട്, നിങ്ങളുടെ പാർട്ടിയിൽ ആലോചിക്കാണ്ട്, നിങ്ങളുടെ മന്ത്രിസഭയിൽ ആലോചിക്കാണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ അവിടെ പോയി അരവണയിൽ പോയി ഒപ്പിട്ട് കൊടുത്തത് ആരാ? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയും പിന്നെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മോള് വീണ വിജയനെതിരെ ഒരുപാട് കേസും കുണ്ടവും കുട്ടീശ്വരമൊക്കെ ഉണ്ടായിരുന്നില്ല. അതുമായിട്ട് നരേന്ദ്രമോദി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുള്ള അറസ്റ്റിലാവും, അകത്ത് പോകും, ജയിലിൽ പോകും. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണം. പിന്നെ ഇത്തിരി ചില്ലറയും കിട്ടൂല. ഇവിടെ എനിക്ക് കാശ് ഖജനാവിൽ ഒരു പൂച്ചയല്ല 5-6 പൂച്ച വെട്ടിയെടുക്കണമെന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ ഇത്തിരി തുള്ളി വെള്ളം കൊടുക്കണമല്ല, പോരെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചൊക്കെ കൊടുക്കണമല്ലോ, കാശ് വേണ്ടേ? അപ്പോൾ ഇനിയിപ്പോൾ കിട്ടാൻ എവിടെ നിന്നില്ല. കടം മേടിച്ച് ഇനി ഈ പിണറായി വിജയനെ കാണുമ്പോൾ തന്നെ ആളുകൾ ഓടി ഒളിക്കുകയാണെന്ന് പറയുന്നത്.
അങ്ങനെ കടം കൊടുക്കാൻ ആരുമില്ല. 5 ലക്ഷം കോടിയുടെ അടുത്ത് കടമുണ്ട്. ഇനിയിപ്പോൾ ഈ കടം എവിടെ നിന്ന് കിട്ടാൻ? അപ്പം PM ശ്രീ PM ശ്രീ ആ PM ശ്രീ പദ്ധതിക്കെതിരെ നേരത്തെ വടിയും പാളും ഒക്കെ എടുത്തിട്ട് തെരുവിലിറങ്ങിയ ആളുകൾ ആര്? ഈ പിണറായി വിജയൻ്റെ നിയമസഭയിൽ നിയമമന്ത്രിയായിരുന്നു, മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്ന രാജീവൊക്കെ കൂടി കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ ഞാൻ സമ്മതിക്കൂല, ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയതാണ് ഇവന്മാരൊക്കെ കൂടി. SFIനും DYFIനെയൊക്കെ കൂട്ടി ഇല്ലേ? കുന്തവും കുട്ടീശ്വരായിട്ട് സമരം തന്നെയായിരുന്നില്ല. കൂടാതെ എന്താണ് ഈ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി ഗവർണറിൻ്റെ വസതിയിൽ അവിടെ ഗവർണറുടെ വീട്ടിൽ വെച്ച് ഒരു ചടങ്ങിന് സംബന്ധിക്കാൻ ചെന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ എന്താ ഭാരതാമ്മയുടെ വലിയ ചിത്രമൊക്കെ വച്ചേക്കണം. ഞാൻ പറ്റില്ല, ഞാൻ പറ്റൂല, ഞാൻ ഈ പരിപാടിക്ക് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് നമ്മൾ ചാടി പുറത്തിറങ്ങിയ ആളാണ്. നിലവിളക്ക് കണ്ടാലും കിണ്ടി കണ്ടാലും അതൊക്കെ ഹിന്ദുവിൻ്റെയാണ്, നരേന്ദ്രമോദിയുടെയാണെന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ ചവിട്ടി പൊട്ടിച്ച് കാട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ് നിലവിളക്ക് കത്തി കാണിയാൽ തിരിയൊക്കെ ഊതിക്കടത്തി വെളിച്ചെണ്ണയും എണ്ണയൊക്കെ വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ് ഇറങ്ങിപ്പോരുന്ന ആളാണ് ശിവൻകുട്ടി. അറിയാലോ, നിയമസഭയിൽ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിവരെ കാണിച്ച കാട്ടായങ്ങളൊക്കെ നമ്മൾ നേരെ കണ്ടാണല്ലോ. അന്ന് അണ്ടർവെയർ ഇട്ടുണ്ട്, മടിക്ക് കുത്തി അണ്ടർവെയറും പുറത്ത് കാണിച്ചിട്ട് അവിടെ നിന്ന് കാണിച്ച കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ കണ്ടല്ല. അങ്ങനെ ആ പുള്ളിക്കാരന് ഈ പിണറായിയും കൂടി അവിടെ പോയി ഒപ്പിട്ട് കൊടുത്താണ് ഈ PM ശ്രീ. പിന്നെ അത് VD സതീശൻ സർക്കാർ വന്നപ്പോൾ ഒരു സർക്കാരിൻ്റെ തുടർച്ചയാണുള്ളത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരവിപ്പിക്കാൻ പറ്റൂല, വേണ്ടാന്ന് വയ്ക്കാൻ പറ്റൂല. പിന്നെ സതീശൻ എന്ത് ചെയ്യും? വിജാഗിരിയുടെ ഇടയിൽ കൈ പോയാലും നിൽക്കാണ്, അങ്ങോട്ട് എടുക്കാനും പറ്റൂല, ഇങ്ങോട്ട് എടുക്കാനും പറ്റൂല. അപ്പോൾ ഏതെങ്കിലും ഊതി അതൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് സതീശൻ നോക്കണതിൻ്റെ ഇടയിലാണ് ഈ പിണറായി വിജയൻ അവിടെ പോയി ഒപ്പിട്ട് ഈ പിണറായി വിജയൻ വന്നുകൊണ്ട് പറയുന്നത് PM ശ്രീ പദ്ധതി നിങ്ങൾ ഒപ്പിട്ടത് ശരിയായില്ല, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേരളത്തിലെ സ്കൂളിലെ കാവ്യവൽക്കരിക്കാനെന്നൊക്കെ പറഞ്ഞ് പിണറായി ഒരു ഒറ്റ കാച്ചങ്ങട് കാച്ചി. സീതിയാജിരെ മോനല്ലേ PK ബഷീർ എഴുന്നേറ്റ് ഇന്നൊരു ഒറ്റ തട്ടങ്ങട് തട്ടി. വള്ളോർത്തും പോയി പുള്ള ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കലക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ഞങ്ങൾ അങ്ങനെ ആ പിഴപ്പിന് ഞങ്ങൾ വേത് കാച്ചാൻ വരൂലട്ട, വെള്ളം കാച്ചാൻ ഞങ്ങൾ വരൂലട്ട പിണറായി എന്ന് പറഞ്ഞ് മോന്തയ്ക്ക് അടിക്കുന്ന ഒരു ഒറ്റ വർത്താനമാണ് പറഞ്ഞ് സഭ ഇളകി പറഞ്ഞ് ചിരിച്ച്. സാധാരണഗതിയിൽ പെട്ടെന്നൊന്നും ഒരു കാര്യത്തിനും പ്രതികരിക്കാത്ത നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ ചിരിച്ചും മറിഞ്ഞ് ഇളകി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. പിണറായി എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല, ശൂന്യതയിൽ ലയിച്ചോന്ന് അറിയാൻ പാടില്ല. അപ്പോൾ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നട്ടാക്കളിക്കാത്ത നുണ പറയുന്ന പിണറായി വിജയനെ ഈ നിയമസഭയിലിട്ട് PK ബഷീർ കണ്ടം തുണ്ടം വെട്ടി. അന്ന് TP ചന്ദ്രശേഖരനെ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ വടകരയിലിട്ട് വെട്ടി, ഒഞ്ചെയ്ത്തിട്ട് വെട്ടി ഇല്ലാണ്ടാക്കിയതുപോലെ വാക്ക് കൊണ്ട് പിണറായി വിജയൻ നിയമസഭയിലിട്ട് നമ്മുടെ ബഷീർ കണ്ടം തുണ്ടം വെട്ടി. പിണറായി എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ ശൂന്യതയിൽ മാഞ്ഞു പോയിന്ന് വേണം പറയാൻ. അവിടെ പുള്ളി പറഞ്ഞത്, നിങ്ങൾ എവിടെയെങ്കിലും പോയി പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കലക്കാൻ ഞങ്ങളില്ല, അതിന് വെള്ളം കാച്ചാനും വേത് കാച്ചാനും ഞങ്ങളില്ല, UDF-കാരില്ല. നിങ്ങൾ ചെയ്തത് നിങ്ങൾ തന്നെ അനുഭവിച്ചു, നിങ്ങളാണ് ബാപ്പ. അപ്പം ഞാനാണ് ബാപ്പ ഞാനെന്ന് പറയാനുള്ള ചങ്കുറ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളെ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറയണം, നിങ്ങളാണ് അതിൻ്റെ ബാപ്പ. PM ശ്രീയുടെ ബാപ്പ നിങ്ങളറിഞ്ഞ് നിങ്ങൾ പറയണം, അല്ലാണ്ട് അത് കലക്കേണ്ട, അത് അപോർഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പിന്നെ എങ്ങോട്ട് പോയി? ഇതുപോലെയൊക്കെ ശത്രുക്കൾക്ക് കൂടി വരുത്താൻ പാടില്ല. നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു, ഇതിനും ഭേദം പിണറായി വിജയനെ മുണ്ടഴിച്ച് അവിടെ അരികിടക്ക് നടത്തുന്നതായിരുന്നില്ലേ? എന്തായാലും സീതികാജിയുടെ മോനെ അത് കാണിക്കാണ്ടിരിക്കില്ല, അതിൻ്റെ പാരമ്പര്യം കാണിക്കാണ്ടിരിക്കില്ല. നർമ്മത്തിൽ കലർന്നുള്ള എല്ലാവരും പറയണത് കൊടുത്തെന്ന് പറഞ്ഞാൽ പോരാ, കൊടുത്തെന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. പണ്ടേ ഏതാണ്ട് സിനിമയിൽ സലീം കുമാറിനും അല്ലെ കൊടുത്തതല്ല, ചോദിച്ച് മേടിച്ച് കിട്ടിയെന്ന് വെച്ചപ്പോൾ ഇല്ല, ചോദിച്ച് മേടിച്ച്. അതുപോലെ പിണറായി വിജയൻ ചോദിച്ച് മേടിച്ച് PK ബഷീറിൻ്റെ അടുത്ത് വയറ് കറിച്ച് അങ്ങോട്ട് കൊടുത്ത് PM ശ്രീയും ഒക്കെ ആയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വരാട്ടെ, അപ്പം കാണാം. സലാം, ആയിക്കോട്ടെ.